എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഒന്നാം വർഷ ബിരുദ ക്ലാസ് ജൂലൈ 1 ആരംഭിക്കുന്നതാണ്. സർവകലാശാല അക്കാദമിക് കലണ്ടർ ഇതിനോടകം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷത്തെ ഒന്നാം വർഷ ബിരുദ ക്ലാസുകൾ ജൂലൈ 1 ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. സർവകലാശാല പ്രതിനിധികളുമായുള്ള യോഗത്തിന് ശേഷം പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. രണ്ടാം സെമസ്റ്റർ പരീക്ഷ മെയിൽ നടത്തി ഫലം പ്രഖ്യാപിക്കും. അടുത്ത അധ്യയന വർഷത്തെ ഏകീകൃത അക്കാദമിക് കലണ്ടറും യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒന്നാം വർഷ ബിരുദ പ്രവേശനത്തിനുള്ള അപേക്ഷ ജൂൺ 7 വരെ സ്വീകരിക്കുന്നതാണ്. 16-നുള്ളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആദ്യ അലോട്ട്മെന്റ് ജൂൺ 21-നുള്ളിൽ തന്നെ നടത്തുന്നതാണ്. രണ്ടാം അലോട്ട്മെന്റ് ജൂൺ 30-ന് ഉള്ളിൽ നടത്തി ജൂലൈ 1-ന് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. മൂന്നാം അലോട്ട്മെന്റ് ജൂലൈ 5-നുള്ളിൽ പൂർത്തീകരിക്കുന്നതാണ്. മുൻപ് അപേക്ഷിക്കാത്തവർ ജൂലൈ 7 മുതൽ 12 വരെ അവസരം നൽകുന്നതാണ്. ജൂലൈ 19-ന് നാലാം അലോട്ട്മെന്റും നടക്കുന്നതാണ്. ഓഗസ്റ്റ് 22-ന് പ്രവേശനം അവസാനിപ്പിക്കും. ആദ്യ സെമസ്റ്റർ പരീക്ഷ നവംബറിൽ പൂർത്തിയാക്കി ഡിസംബർ 15-നുള്ളിൽ ഫലം പ്രസിദ്ധീകരിക്കുന്നതാണ്. അടുത്തത് മൂന്നാം സെമസ്റ്ററിൽ ഇനി മുതൽ വിഷയവും സർവകലാശാലയും മാറുന്നതിനുള്ള അവസരമുണ്ട്. ആവശ്യമാണെങ്കിൽ ഇതിനു വേണ്ടി 10% സീറ്റ് അധികം അനുവദിക്കുന്നതാണ്. 4 വർഷ ബിരുദത്തിൻ്റെ മൂന്നാം സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോഴ്സിൻ്റെ മുഖ്യ വിഷയവും ഉപവിഷയങ്ങളും മാറുവാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല മാറുവാനും അനുമതി നൽകും. സ്വയംഭരണ കോളേജുകൾക്ക് ഈ വ്യവസ്ഥ ബാധകമായേക്കും. മന്ത്രി ആർ ബിന്ദു വിളിച്ച സർവകലാശാല പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. കോഴ്സും കോളേജും സർവകലാശാലയും മാറുന്നതിൻ്റെ ഭാഗമായി ആവശ്യമാണെങ്കിൽ 10% സീറ്റ് അധികം അനുവദിക്കുന്നതാണ്. UGCയുടെ സ്വയം പ്ലാറ്റ്ഫോമിന് പുറമെ സർവകലാശാലകൾ ആവിഷ്കരിക്കുന്ന ഓൺലൈൻ കോഴ്സുകളിലും വിദ്യാർത്ഥികൾക്ക് ചേരാമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. 4 വർഷ ബിരുദം കൂടുതൽ ഫലപ്രദമാക്കുവാൻ മുഴുവൻ കോളേജ് അധ്യാപകർക്കും പരിശീലനം നൽകുവാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും വിഷയമാറ്റം ഏത് രീതിയിലാണെന്ന് പരിശോധിക്കാം. അധ്യയന വർഷത്തിൻ്റെ ആദ്യ പ്രവൃത്തി ദിനം ഓരോ വിഷയത്തിനുമുള്ള സീറ്റ് ഒഴിവ് പ്രസിദ്ധീകരിക്കുന്നതാണ്. മൈനറായോ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലോ പഠിക്കുന്ന വിഷയങ്ങളിലേക്ക് മേജർ മാറ്റം അനുവദിക്കുന്നതാണ്. ആദ്യ 2 സെമസ്റ്ററുകളിൽ വിദ്യാർത്ഥി നേടിയ ശരാശരി മാർക്ക് അടിസ്ഥാനമാക്കി റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതാണ്. ആദ്യത്തെ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിഷയമാറ്റത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. അടുത്തത് കോളേജ് മാറ്റമാണ്. വിഷയമാറ്റത്തിന് ശേഷം ഒഴിവുള്ള സീറ്റ് കോളേജുകൾ സർവകലാശാലയെ അറിയിക്കേണ്ടതാണ്. മൊത്തം ഒഴിവ് സർവകലാശാലകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ അപേക്ഷ പരിഗണിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കി കോളേജുകൾക്ക് നൽകുന്നതാണ്. തുടർന്ന് പ്രവേശന നടപടികൾ കോളേജ് തലത്തിൽ പൂർത്തീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സർവകലാശാല മാറ്റവും ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യ 2 സെമസ്റ്ററുകളും ജയിച്ചവർക്ക് സർവകലാശാല മാറ്റത്തിന് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ സർവകലാശാലകളിലും പുറത്തുള്ളവർക്കും 3-ാം സെമസ്റ്റർ മുതൽ മാറ്റത്തിന് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സർവകലാശാലയിലെ പഠന ബോർഡ് പരിശോധിച്ച് വിദ്യാർത്ഥികളുടെ ക്രെഡിറ്റ് ഉറപ്പാക്കി ശുപാർശ ചെയ്യുന്നതാണ്. പ്രവേശന നടപടികൾ കോളേജ് തലത്തിൽ പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളെല്ലാവരും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുവാനും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.